ക്രിസ്മസ് എക്സാമിന് നമുക്ക് 2025 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് എഫ് ഓഫ് എക്സ് എക്സ് മൈനസ് വൺ ഇ റേസ് ടു എക്സ് പ്ലസ് വൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ? നമുക്കറിയാം ഒരു ഫംഗ്ഷൻ തന്നാൽ ആദ്യമേ അത് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. ഏതൊരു ഫംഗ്ഷനും ഇൻക്രീസിങ് ആണോ എന്നറിയാൻ ആദ്യം ഫസ്റ്റ് എഫ് ഡാഷ് എക്സ്. അപ്പൊ നമ്മളിവിടെ ഏത് അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം. അപ്പൊ എക്സ് മൈനസ് വണ്ണിനെ അവിടെ നിർത്തി ഈ ഫസ്റ്റിനെ അവിടെ നിർത്തി സെക്കൻഡിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്, ദെൻ ഇ റേസ് ടു എക്സ് അവിടെ നിർത്തി എക്സ് മൈനസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് 1, ദെൻ പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. ഇവിടെ നമുക്ക് രണ്ടിനകത്തും ഏതാണ്? ഇ റേസ് ടു എക്സ് കോമൺ ആണ്. അപ്പൊ ആ കോമൺ ആയ ഇ റേസ് ടു എക്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ബാലൻസ് ഇവിടെ എക്സ് മൈനസ് വൺ വരും. ഇവിടെ ഇ റേസ് ടു എക്സ് വരുമ്പോൾ പ്ലസ് വൺ വരും. ഈ വണ്ണും മൈനസ് വണ്ണും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ആണ്. അവിടെ നമുക്കറിയാം ഇ റേസ് ടു എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ നമുക്ക് ഏതുകൂടി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആകണമെങ്കിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 തന്നെ. അപ്പൊ ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഏതാ? ഏതുകൂടി ഇൻക്രീസിങ് ആകണമെങ്കിൽ ഏതുകൂടി ഗ്രേറ്റർ വരണം? എക്സ് ഗ്രേറ്റർ ദാൻ 0 വരണം. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് എ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. 2025 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് ക്ലാസ് ഓവറയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.